അടിയന്തരാവസ്ഥ രാജ്യത്ത് വീണ്ടും ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസം തനിക്കില്ലെന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ കെ അദ്വാനി. നിയമപരമായ മുൻകരുതലുകൾ മറികടന്ന് ജനാധിപത്യത്തെ അടിച്ചമർത്താൻ ശേഷിയുള്ള ശക്തികൾ പ്രബലമാണെന്നും അദ്വാനി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അദ്വാനിയുടെ പ്രസ്താവനയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ വ്യക്തികളെയല്ല സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്വാനിയുടെ പരാമർശമെന്നും അടിയന്തരാവസ്ഥയ്ക്ക് സാധ്യതയില്ലെന്നും ബി.ജെ.പി. പ്രതികരിച്ചു. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന്റെ 40ാം വാർഷികത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് എൽ കെ അദ്വാനിയുടെ ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ. അടിയന്തരാവസ്ഥ അനായാസം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ആർക്കും കഴിയില്ല. എങ്കിലും അടിയന്തരാവസ്ഥ വീണ്ടും സംഭവിക്കില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയൊരു ഉറപ്പ് നൽകുന്ന വിശിഷ്ടമായ നേതൃത്വം രാഷ്ട്രീയ രംഗത്ത് ഇല്ലാത്തതുകൊണ്ടാണിത്. ജനാധിപത്യത്തോടും എല്ലാ ജനാധിപത്യ തത്വങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ അഭാവമാണുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അപക്വമാണെന്ന അഭിപ്രായമില്ലെങ്കിലും അവരുടെ ദൗർബല്യം കൊണ്ടാണ് തൻ്റെ വിശ്വാസക്കുറവ്. നിയമപരവും ഭരണഘടനാപരവുമായ മുൻകരുതലുകൾ മറികടന്ന് ജനാധിപത്യം അടിച്ചമർത്താൻ ശേഷിയുള്ള ശക്തികൾ ഇപ്പോൾ പ്രബലമാണ്. ജനാധിപത്യം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കാണെന്നും അദ്വാനി കൂട്ടിച്ചേർത്തു. ഏറെക്കാലത്തെ മൗനം വെടിഞ്ഞുള്ള അദ്വാനിയുടെ പ്രതികരണം നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. മോഡി സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അദ്വാനിയുടെ പരാമർശമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് आशुतोष। आडवाणी जी के साथ हुआ वो पूरे देश को पता है। जिस तरीके से आडवाणी जी को और भारतीय जनता पार्टी के तमाम फाउंडिंग फादर्स और सीनियर लीडरशिप को मार्जिनलाइज कर दिया गया है और नए तरह की लीडरशिप ने पार्टी पर अपना वर्चस्व बना लिया है, उससे ये सवाल आज लाजमी हो जाता है कि आडवाणी जी किन ताकतों की तरफ इशारा कर रहे हैं। മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തപ്പോൾ ഹിറ്റ്ലറെയും ഏകാധിപത്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്വാനി പ്രസിദ്ധീകരിച്ച ബ്ലോഗ് കുറിപ്പാണ് പുതിയ പ്രസ്താവനയുമായി താരതമ്യപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി കാണിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.